മഹാനായ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം മഹാനായ അബൂദറുൽ ഗിഫാരിയെ വിളിച്ചുകൊണ്ട് പറയുകയാണ്. സഹാബത്തിന്റെ കൂട്ടത്തിൽ പ്രമുഖനായ കവിയായിരുന്ന അബൂദറുൽ ഗിഫാരിയെ വിളിച്ചിട്ട് പറഞ്ഞു, അബൂദറേ, നമുക്കൊരു സ്ഥലം വരെ പോകാം, ഉറവാക്കളെ കാണാൻ പോകാമെന്ന് പറഞ്ഞ് പുണ്യപ്രവാചകർ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ അബൂദറുൽ ഗിഫാരിയെ വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ മദീനത്തെ ഖബർസ്ഥാനിലേക്ക് പോവുകയാണ്. മദീനത്തെ ഖബർസ്ഥാനിലേക്ക് ചെന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ ഒരു ഖബറിന്റെ അടുക്കൽ നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ കണ്ണീര് വാർക്കുകയാണ്. മഹാനായ അബൂദറുൽ ഗിഫാരിയെ വിളിച്ചുകൊണ്ട് ഖബറിൽ നിന്നുള്ള ശബ്ദം അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ കേൾപ്പിക്കുകയാണ്. അപ്പൊ ഖബറിൽ നിന്നുകൊണ്ട് ഒരു ശബ്ദം കേൾക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അന്നാറു മിൻ തഹ്തിഹി വഫൗഖിഹി വയമീനിഹി വശിമാലിഹി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ മുകൾ ഭാഗത്ത് തീയുണ്ട്, എന്റെ താഴ്ഭാഗത്ത് തീയുണ്ട്, എന്റെ വലതും ഇടതുമെല്ലാം മത്തിയാണ് നബിയേ, എന്നെ ഒന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് ലോകത്തിന്റെ നേതാവിനോട് കാരുണ്യത്തിന്റെ കരകാണാ കടലായ റസൂലുള്ളാഹിനെ വിളിച്ചുകൊണ്ട് സങ്കടപ്പെടുന്ന ശബ്ദം മഹാനായ അബൂദറുൽ ഗിഫാരി കേൾക്കുകയാണ്. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തുള്ള ഓരോ ആളുകളെ വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ വിളംബരം നടത്തുകയാണ്. അവരോട് ഖബറിൽ വന്ന് സിയാറത്ത് ചെയ്യാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ ഒരു പാവപ്പെട്ട മനുഷ്യൻ ആ ഖബറിന്റെ അടുക്കലേക്ക് വരികയാണ്. ഒരു വടി ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്, വടി കുത്തിപ്പിടിച്ചിട്ട് ഒരു പാവപ്പെട്ട മനുഷ്യൻ വെച്ചുകൊണ്ട് ആ ഖബറിന്റെ അടുക്കലേക്ക് വരികയാണ്. എന്നിട്ട് ആ ഖബറിന്റെ അടുക്കൽ നിന്ന് അല്ലാഹുവിന്റെ കലാമായ അതുല്യ വാക്കുകളുടെ മാസ്മരീകതയാവുന്ന വിശുദ്ധമായ ഖുർആനിന്റെ സുന്ദരമായ വചനങ്ങൾ ഇങ്ങനെ ഓതുന്ന സമയത്ത് ആ മനുഷ്യന്റെ വരവിനെ പറ്റി മഹാന്മാരായ ഇമാമിയങ്ങൾ അവര് രേഖപ്പെടുത്തുന്നുണ്ട്. തഖൂമു വതഖഉദു വതസ്തഖി അലാ അസാ, ഒരു വടി ഇങ്ങനെ പിടിച്ചിട്ട് വെച്ചിട്ട് ഈ മനുഷ്യൻ ഇങ്ങനെ വരികയാണ്. എന്നിട്ട് ഇങ്ങനെ ഖുർആൻ ഓതുകയാണ്. അപ്പോ മഹാനായ റസൂലുള്ളാഹി തങ്ങൾ അബൂദറുൽ ഗിഫാരിയുടെ തല പിടിച്ച ഖബറിന്റെ അടുക്കലേക്ക് ഇങ്ങനെ ചേർക്കുകയാണ്. അപ്പൊ ഖബറിൽ നിന്ന് വീണ്ടും ശബ്ദം കേൾക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, ജസാകുമുല്ലാഹു ഖൈറാ, അങ്ങേക്ക് അല്ലാഹു ഖൈർ വർദ്ധിപ്പിച്ചു തരട്ടെ.